ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈവനിങ് സ്നാക്കായിട്ടും ഇഫ്താറിന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റോളിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് വല്യുള്ളി ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു 3 വല്യുള്ളി ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ്. ഉപ്പ് ചേർത്ത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ മസാലയൊക്കെ നന്നായിട്ട് എണ്ണയിൽ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലയോ ചിക്കൻ മസാലയോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 സ്പൂൺ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞളും ഉപ്പും മുളകും ചേർത്ത് പൊരിച്ചതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഈ മസാലയിലേക്ക് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചെറുതായിട്ട് മുറിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയിലേക്ക് എല്ലാ ഭാഗത്തും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും കുരുമുളകും ഒക്കെ മുട്ടയുടെ എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കോട്ട് ചെയ്യാനുള്ള മുട്ടൻ്റെ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡ് 4 സൈഡും നമുക്ക് വക്കൊന്ന് മുറിച്ചെടുക്കാം. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ബ്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് അതിൽ വാട്ടർ കണ്ടൻ്റ് ഒക്കെ പൊക്കിയിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. നനഞ്ഞ് കിട്ടുമ്പോൾ നമുക്ക് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റും. നനയാതെ നമ്മൾ ബ്രെഡ് പരത്തിയെടുത്താൽ ചിലപ്പോൾ അത് കീറി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് മുട്ടയുടെ മിക്സിൽ ആദ്യം ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് വീണ്ടും ഒന്നും കൂടി കോട്ട് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് ക്രംസ് എല്ലാ ഭാഗത്താവുന്ന പോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ഓരോന്നും ഇതുപോലെ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലിട്ടിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മാക്സിമം എണ്ണ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഓരോന്നും ഇട്ട് നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു ഭാഗം മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോ സൈഡും ഇങ്ങനെ മാറി മാറി ചെയ്ത് കൊടുത്താൽ നമുക്ക് എല്ലാ സൈഡും ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക. ചെമ്മീനൊക്കെ കൂടെ കിട്ടുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഇഫ്താറിന് വേണ്ടി സ്നാക്കായിട്ടാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നോമ്പ് തുറക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കൂടെ ഇതും
ഈ ഒരു സ്നാക്ക് മാത്രം മതി, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അസ്സലാമു അലൈക്കും.